പല പാരന്റ്സും ചോദിക്കാറുണ്ട് ഓട്ടിസം എങ്ങനെയാണ് നേരത്തെ തന്നെ തിരിച്ചറിയാൻ പറ്റാറ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിന്റെ കുറച്ച് ഏർലി സൈൻസ് ആൻഡ് സിംറ്റംസിനെ കുറിച്ച് സംസാരിക്കും. കുട്ടികളിൽ കണ്ടുവരുന്ന ലിമിറ്റഡ് ഐ കോണ്ടാക്ട് ഒരു പക്ഷെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിന്റെ ഏർലി സൈൻസ് ആവാം. അത് ഐ ടു ഐ കോണ്ടാക്ട് ആവാം, ഐ ടു ഒബ്ജക്ട്സ് കോണ്ടാക്റ്റും ആവാം. അതുപോലെ തന്നെ അവരുടെ പേര് വിളിക്കുമ്പോൾ അതിനോട് റെസ്പോൺസ് കൊടുക്കാതിരിക്കുക എന്നുള്ളതും ഏർലി സൈൻസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസിൽ ഉണ്ടാകുന്ന ഡിലേ, അതായത് ഇരിക്കാനും കമഴാനും നടക്കാനും ഒക്കെ ഉണ്ടാകുന്ന ഡിലേസ്, അതുപോലെ തന്നെ സ്പീച്ച് ഡെവലപ്മെന്റൽ ഡിലേസ് ഏർലി സൈൻസ് ആയിരിക്കാം. ലിമിറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ ഇന്ററാക്ഷനും അതുപോലെ തന്നെ ഒറ്റയ്ക്ക് കളിക്കാനുള്ള ടെൻഡൻസി കൂടുതലായി കുട്ടികൾ കാണിക്കുകയും റോക്കിംഗ്, സ്പിന്നിങ് അല്ലെങ്കിൽ ഫ്ലാപ്പിംഗ് ഹാൻഡ്സ് തുടങ്ങിയ റെപ്പിറ്റേറ്റീവ് ബിഹേവിയേഴ്സ് കാണിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. കൂടാതെ ചില സൗണ്ട്സിനോട്, ലൈറ്റിനോട്, അതുപോലെ തന്നെ സ്മെല്ലിനോടും ടെക്സ്ചേഴ്സിനോടുമുള്ള അൺയൂഷ്വൽ റിയാക്ഷൻസും ഒരു പക്ഷേ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സിന്റെ ഏർലി സൈൻസ് ആൻഡ് സിംറ്റംസ് ആയേക്കാം.